വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. إنكم وما تعبدون من دون الله حصب جهنم أنتم لها واردون. لو كان هؤلاء آلهة ما وردوها وكل فيها خالدون. لهم فيها زفير وهم فيها لا يسمعون. إن الذين سبقت لكم من الحسنى أولئك عنها مبعدون. لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون. لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. صدق الله العلي العظيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ, ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ
അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥ. സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഈ വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിന് വേണ്ടി പല രൂപത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായും ശാരീരികമായും വൈജ്ഞാനികമായും സാങ്കേതികമായും ഒക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും പ്രയത്നങ്ങളെ വലിയ പ്രതിഫലം നൽകി നീ സ്വീകരിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറ അൽ അംബിയയിലെ 95 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതിലേറ്റവും അവസാനമായി പറഞ്ഞ ഒരു ആശയമായിരുന്നു ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. ലോകത്ത് പലതരം ജനതതികളായി, പല കമ്മ്യൂണിറ്റികളായി, പല സമുദായങ്ങളായി കഴിയുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ എല്ലാം സമുദായം ഏക സമുദായമാണ്. വ അന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങളുടെ എല്ലാവരും റബ്ബ്, നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഞാനാണ്. അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എനിക്ക് വഴിപ്പെടണം. ഇതാണ് അതിൽ പറഞ്ഞിരുന്നത്. എന്നിട്ടും ആളുകൾ ഇങ്ങനെ വ്യത്യസ്തമായ തർക്കങ്ങൾ, നിസ്സാരമായ തർക്കങ്ങളുടെ പേരിൽ ഭിന്നിച്ച് സ്വയം ഒരു പ്രസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു മതത്തിനകത്ത് തന്നെ ഭിന്നിപ്പുകളായിട്ട് വ്യത്യസ്ത മതങ്ങളായിട്ടൊക്കെ പരസ്പരം പോരടിച്ച് കഴിയുകയാണ്. അതെല്ലാം നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരും, അവിടെ നാം തീർപ്പ് കൽപ്പിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. മറ്റൊരു കാര്യം അവിടെ പറഞ്ഞത്, ആരെങ്കിലും ഫമൻ യഅമൽ മിനസ്വാലിഹാത്തി വഹുവ മുഅ്മിൻ ഫല കുഫ്രാന ലിസഈഹി വ ഇന്നാ ലഹു കാതിബൂൻ. മുഅ്മിനായിട്ട് ഒരാൾ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നാം മൂടി വെക്കുന്ന പ്രശ്നമല്ല, അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുകയുണ്ടായി. ഇനി ഇവിടെ പറയുന്നത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ഭയാനകതകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. 96-ാമത്തെ ആയത്താണ്. ഹത്താ ഇദാ ഫുതിഹത്, അങ്ങനെ തുറന്നു വിടപ്പെടുമ്പോൾ. ഹത്താ ഇദാ ഫുതിഹത്, ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, ഫുതിഹത്ത് തുറക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ തുറന്നു വിടപ്പെടുമ്പോൾ. യഅജൂജു വമഅജൂജു, യഅജൂജും മഅജൂജും തുറന്നു വിടപ്പെടുമ്പോൾ. വഹും മിൻ കുല്ലി ഹദബിൻ, അവരാവട്ടെ മിൻ കുല്ലി ഹദബിൻ, എല്ലാ ഓരോ ഹദബിൽ നിന്നും. ഹദബ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്ന് പറയാം, കുന്ന് എന്ന് പറയാം, പീഠസ്ഥലം, പീഠഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്നത്, പ്ലാറ്റ്യൂ, അതുപോലുള്ള സ്ഥലം, അതിന് ഹദബ് എന്ന് പറയും, ഉയർന്ന സ്ഥലം, കുന്ന്. എല്ലാ ഓരോ കുന്നിൽ നിന്നും യൻസിലൂൻ, ധൃതി പിടിച്ചിട്ട് ഓടി വരുന്നു. യൻസിലൂൻ, ധൃതി പിടിച്ച് ഇറങ്ങി വരുന്നു. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി നോക്കാം. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു, അങ്ങനെ യഅജൂജും മഅജൂജും തുറന്നു വിടപ്പെടുകയും. വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാവരും, അവരോരോന്നും ഓരോ കുന്നിൽ നിന്നും. വഹും, അവരെല്ലാം മിൻ കുല്ലി ഹദബിൻ, ഓരോ കുന്നുകളിൽ നിന്നും. യൻസിലൂൻ, ധൃതി പിടിച്ച് ഇറങ്ങി വരികയും ചെയ്യുന്ന ആ സമയം എന്നാണ്. യഅജൂജ് മഅജൂജ് എന്നുള്ളത് നേരത്തെ നമ്മൾ സൂറ അൽ കഹ്ഫിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിൻ്റെ സന്ദർഭത്തിൽ പല സ്ഥലങ്ങളിലൂടെ പടയോട്ടം നടത്തിയപ്പോൾ ഒരു പ്രദേശത്ത് അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇദ്ദേഹത്തോട് നടത്തിയത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള്. ഇത് ഞങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ നിരന്തരമായിട്ട് യഅജൂജ് മഅജൂജിൻ്റെ അതിക്രമങ്ങൾക്ക് വിധേയരാവുകയാണ്. അവർ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് രാജാവേ, താങ്കൾക്ക് ഇങ്ങനെ ചെയ്തു തരാൻ കഴിയുമോ എന്നാണ് ദുൽഖർനൈനോട് അവർ ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഞങ്ങൾക്കൊരു വലിയ മതിലുണ്ടാക്കി തരണം, ഒരു വമ്പിച്ച മതിലുണ്ടാക്കി തരണം, ഇവരുടെ ശല്യം തീർക്കണം. ഞങ്ങൾ അതിന് വേണമെങ്കിൽ നിനക്ക് ടാക്സ് നൽകാം, തീരുവ തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ
ദുൽഖർനൈൻ നീതിമാനായ രാജാവാണ്. ആരാണ് അദ്ദേഹം എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ദാരിയസ് ആണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. അദ്ദേഹം ഇവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പണമല്ല ആവശ്യം, നിങ്ങളുടെ മാൻ പവറാണ്, നിങ്ങളുടെ ആളുകളുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു മതിൽ അവർക്കുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് അവർക്ക് തുളക്കാൻ സാധ്യമല്ല, തകർക്കാൻ സാധ്യമല്ല, റബ്ബിൻ്റെ ഒരു അവധി എത്തുന്നത് വരെ എന്നവിടെ പറയുന്നത് കാണാം. അള്ളാഹുവിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അത് തകർത്ത് കളയുമെന്ന് പറയുന്ന ഒരു ആയത്ത് കാണാം സൂറത്തുൽ കഹ്ഫിൽ. അപ്പോൾ അത് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും രണ്ടാമത് വീണ്ടും വരുന്നു. ഇവിടെ പറയുന്നത് യഅ്ജൂജും മഅ്ജൂജും തുറന്നു വിടപ്പെടുമ്പോൾ, അങ്ങനെ അവർ മുഴുവൻ കുന്നുകളിൽ നിന്നും കുതിച്ച് എത്തുകയും ചെയ്യുമ്പോൾ എന്നാണ്. അപ്പോൾ ഇത് ഏതാണ്? ആ പറയപ്പെട്ട യഅ്ജൂജ് മഅ്ജൂജ് തന്നെയാണോ? ചില ആളുകൾ പറയുന്നത് അതല്ല, ഇത് വേറെയാണ്, അതുപോലുള്ള മറ്റൊന്നാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, ഇവർ തന്നെയാണ്. ഇവരെ ഇങ്ങനെ അവിടെ തടുത്ത് നിർത്തപ്പെട്ടിരിക്കുകയാണ്. അവരവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള ശ്രമം എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു നാൾ, അതാണ് നേരത്തെ അവർക്ക് ദുൽഖർനൈൻ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന സമയം പറഞ്ഞത്, പടച്ച റബ്ബിൻ്റെ ഒരു കൽപ്പന വരെ ഇതവിടെ നിൽക്കും എന്ന് പറഞ്ഞിരുന്നു. അത് തകർത്തിട്ട് ഇവർ വരും. ഇവർ മനുഷ്യരാണ്, ആദമിൻ്റെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവരത് തകർത്ത് വരുമ്പോൾ മുഴുവൻ ലോകത്ത് ഉടനീളം വമ്പിച്ച കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. അന്ത്യനാളിൻ്റെ 10 അടയാളങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ ഒന്നാണ് യഅ്ജൂജ് മഅ്ജൂജിൻ്റെ ആഗമനം, അവരുടെ കുഴപ്പങ്ങൾ ഉണ്ടാവുക, അവർ വരിക എന്നുള്ളത്. ദജ്ജാലിനെ പറ്റി പറയുന്നുണ്ട്, യഅ്ജൂജ് മഅ്ജൂജിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താണ് യഅ്ജൂജ് മഅ്ജൂജ് എന്നതിനെ സംബന്ധിച്ച് വളരെ കണിശമായി ഇന്നതാണ് അത് എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ മുതശാബിഹാത്ത് ഉണ്ടാവും, കൃത്യമായിട്ട് നമുക്ക് വ്യാഖ്യാനം പറയാൻ കഴിയാത്ത തരത്തിൽപ്പെട്ട ആയത്തുകളുണ്ടാവും. ചിലത് വളരെ സ്പഷ്ടമാണ്, മുഹ്കമാത്തുണ്ടാവും. മുതശാബിഹാത്തിൽപ്പെട്ട ചില കൃത്യമായിട്ട് നമുക്കൊരു വ്യാഖ്യാനം പറയാൻ കഴിയാത്ത തരത്തിൽപ്പെട്ട ഒരു ആയത്തായിട്ടാണ് മുഫസ്സിറിൽ ചില ആളുകൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അല്ലാഹു ആലം എന്നേ പറയാൻ കഴിയൂ. ഏതായാലും ഒരു ഭയങ്കരമായ മഹാകുഴപ്പം വരാനുണ്ട്. ആ കുഴപ്പത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഅ്ജൂജ് മഅ്ജൂജിനെ സംബന്ധിച്ച് ഉദ്ധരിച്ചത് എന്ന് പറയും. വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, ഇവരിങ്ങനെ ഒന്നായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു വരുമ്പോൾ നാം ഇനി ഇത് ദുനിയാവിൽ നടക്കുന്ന സംഗതിയായിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ രൂപത്തിൽ വ്യാഖ്യാനം വന്നത്. വേറെ ചില വ്യാഖ്യാനം ഇത് പരലോകത്ത് മരണത്തിന് ശേഷം മഹ്ശറിൽ പിന്നെ അതിൻ്റെ ഭയാനകത ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നടക്കുന്ന കാര്യമാണ്. അവിടെ ഇവരൊന്നായിട്ട് ഭയങ്കരമായ വരവ് വരുന്നു എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനമുണ്ട്. അത്ര പ്രബലമായ വ്യാഖ്യാനമാണ് അതെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇതിന് യഅ്ജൂജ് മഅ്ജൂജിൻ്റെ ആഗമനം എന്നാണ്, എപ്പോഴാണ് നമുക്കറിയില്ല. അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞതായിട്ട് സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. സയ്യിദ് ഖുതുബ് ഫി ദിലാലിൽ ഖുർആൻ എന്ന് പറയുന്ന തൻ്റെ തഫ്സീറിൽ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന സാധ്യത എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഒരുപക്ഷേ ഈ അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിട്ട് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേതാണെന്ന് വെച്ചാൽ താർത്താരികളുടെ കടന്നുവരവാണ്. എല്ലാ രാജാക്കന്മാരെയും വിറകൊള്ളിച്ച് കിഴക്കും പടിഞ്ഞാറുമൊക്കെ വമ്പിച്ച ചലനങ്ങൾ ഉണ്ടാക്കിയ താർത്താരികളുടെ വരവാണ് എന്ന് അദ്ദേഹം ആവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉറപ്പിച്ച് പറയല്ല, ആവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പം പറയും ഇത് അന്ത്യനാൾ, ഇത് കഴിഞ്ഞിട്ട് കുറേ ആയില്ലേന്ന് വെച്ചാൽ റസൂൽ വന്ന അന്ന് തന്നെ പറയുന്നത് അന്ത്യനാളും ഞാനും ഇപ്രകാരമാണ്, വളരെ അടുത്താണ്, ഇനി അധികം ദൂരമില്ല, അധികം സമയമില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും കാത്തിരിക്കുകയാണ്. ഏത് സന്ദർഭത്തിലും ഈ ലോകം അവസാനിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ യഅ്ജൂജ് മഅ്ജൂജിൻ്റെ വരവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അതൊരു പൂർണ്ണ ഗർഭിണിയെപ്പോലെയാണ്, ഗർഭം തികഞ്ഞു നിൽക്കുകയാണ്. അവരുടെ കുടുംബത്തിനറിയില്ല എപ്പോഴാണ് ഈ കുഞ്ഞ് തങ്ങളിലേക്ക് വന്നു ചേരുക, രാത്രിയിലാവോ പകലാവോ ഒന്നും അറിയില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാണാം. ഏത് സന്ദർഭത്തിൽ വരാം. സയ്യിദ് ഖുതുബിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞുപോയ ആ കാര്യത്തെ സംബന്ധിച്ചാം, അതല്ല ഇനി വരാനുള്ളതുമാവാം. ഏതായാലും ഒരു മഹാവിപത്തിനെ സംബന്ധിച്ച്, കുഴപ്പത്തെ സംബന്ധിച്ചാണ് സൂചന. ഹത്താ ഇദാ ഫുതിഹത് യഅ്ജൂജു വമഅ്ജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ
വഖ്തറബൽ വഅദുൽ ഹഖ് ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. വഖ്തറബൽ വഅദു, അങ്ങനെ ഇഖ്തറബ സമീപസ്ഥമായിരിക്കുന്നു, അടുത്തിരിക്കുന്നു. അൽ വഅദുൽ ഹഖ്, അൽ വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്. അൽ ഹഖ് സത്യമായ യഥാർത്ഥമായ വാഗ്ദാനം അടുത്തെത്തിയിരിക്കുന്നു. വഖ്തറബൽ വഅദുൽ ഹഖ്, അതെന്താ? മനുഷ്യൻ്റെ ഈ ലോകാവസാനമാണ്, അതിനുശേഷമുള്ള പുനരുത്ഥാനമാണ്. അതൊക്കെ വഅദുൽ ഹഖാണ്. വഖ്തറബൽ വഅദുൽ ഹഖ് ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ. അപ്പോഴതാ ഫഇദാ ഹിയ, ആ വാഗ്ദത്ത സമയമെത്തുമ്പോൾ, ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാർ. ശാഖിസത്ത് എന്ന് പറഞ്ഞാൽ തുറിച്ച് നിൽക്കുന്നതിനാണ് പറയുക. കണ്ണിങ്ങനെ തുറിച്ച് പോവുക, പുറത്തേക്ക് തള്ളുക, കണ്ണ് തള്ളുക. ഷാഹിസത്തുൻ അബ്സ്വാറുല്ലദീന കഫറു, അബ്സ്വാർ കണ്ണുകൾ, അല്ലദീന കഫറു നിഷേധികളായ ആളുകളുടെ കണ്ണുകൾ തള്ളിപ്പോകുന്ന സന്ദർഭമാണത്. ഫഇദാ ഹിയ ഷാഹിസത്തുൻ അബ്സ്വാറുല്ലദീന കഫറു എന്ന് മാത്രമല്ല, അവരിങ്ങനെ വിലപിക്കുകയാണ്. യാ വൈലന ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. അവർ പറയുന്നത് എന്താ അറിയോ? യാ വൈലന, ഹാ കഷ്ടം, എന്തൊരു കഷ്ടമായിപ്പോയി. യാ വൈലന ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഞങ്ങൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ, കടുത്ത അശ്രദ്ധയിലായി പോയല്ലോ, ഗഫ്ലത്തിലായല്ലോ. ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ അശ്രദ്ധയിലായി പോയല്ലോ. ബൽ കുന്നാ ളാലിമീൻ, അല്ല ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു. രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു. ഒന്ന്, ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു. രണ്ടാമത്തെ, അല്ല ഞങ്ങൾ അക്രമികൾ തന്നെയാണ്. അശ്രദ്ധരാകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരു തകരാറ് അറിയാതെ സംഭവിച്ചു കഴിഞ്ഞാൽ അശ്രദ്ധ വരിക എന്ന് പറയാം, അല്ലെ? വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ളാലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞങ്ങൾ അതിക്രമം ചെയ്തു എന്നാ, അറിഞ്ഞുകൊണ്ട് അക്രമം ചെയ്തു. ഇവർ തന്നെ തിരുത്തുകയാണ്, അല്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അക്രമം ചെയ്യുന്നു. എന്താ അക്രമം ചെയ്തത്? ഇവിടെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെയും ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ജീവിതത്തിനൊരവസാനമുണ്ട്, മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടും, അവിടെ കർമ്മങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും, വിചാരണ നാളുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. രക്ഷിക്കപ്പെടുന്ന ആളുകൾ സ്വർഗത്തിലേക്ക്, ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ ഭയാനകമായ നരകത്തിലേക്കും വലിച്ചെറിയപ്പെടും എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ പുച്ഛിച്ചൊള്ളി. എന്ത് ജീവിതം? മരണത്തിന് ശേഷം ഞങ്ങൾ എല്ലാം ദ്രവിച്ച് മണ്ണൊക്കെ ആയി തീർന്നതിന് ശേഷം വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നോ എന്നൊക്കെ നിരന്തരം അവർ ചോദിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് പറയാണ്, ഇതാ വഖ്തറബൽ വഅദുൽ ഹഖ്, പടച്ച റബ്ബ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അന്ന് റസൂൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ വാഗ്ദാനം അതിതാ സത്യമായി പുലർന്നിരിക്കുന്നു. ഫഇദാ ഹിയ ശാഖിസത്തു അബ്സാറുൽ ലദീന കഫറു, അപ്പോഴതാ ഈ കാഫിറുകളുടെ കണ്ണുകൾ, അവരുടെ ദൃഷ്ടികളൊക്കെ തുറിച്ചു പോവുകയാണ്. എന്നിട്ടോ അവർ പറയുന്നു, വിലപിക്കുന്നു, യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. ഹാ കഷ്ടമായിപ്പോയി, ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് വല്ലാത്ത അശ്രദ്ധയിലായി പോയല്ലോ, വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ലല്ലോ, അല്ല ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്യുകയായിരുന്നല്ലോ എന്നവർ വിലപിക്കും. എന്നിട്ട് അവരോട് മറുപടി പറയുന്നത് എന്താ നോക്ക്, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ. നരകാഗ്നിയിലേക്കാണ് പോകുന്നതിന്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അജ്ഞരായിരുന്നു അല്ലെങ്കിൽ അശ്രദ്ധയിലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ല, തീർച്ചയായിട്ടും നിങ്ങളും, ഇന്നക്കും വമാ തഅബുദൂന, നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നവയും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയും, എങ്ങനെ? മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവ എന്തൊക്കെയുണ്ടോ അതും എല്ലാം തന്നെ ഹസബു ജഹന്നം. ഹസബു ജഹന്നം, ഹസബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിറക് ആണ്, ഇന്ധനമാണ്. ഹസബു ജഹന്നം, നരകത്തിൻ്റെ വിറകാണ്, നരകത്തിൻ്റെ ഇന്ധനമാണ് എന്ന്. ഹസബ് എന്നുള്ള വാക്കിന് എറിയൽ എന്നുള്ള അർത്ഥമുണ്ട്.
എറിയുക, അല്ലെങ്കിൽ എറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കും ഹസബ് എന്ന് പറയും. ചരൽക്കല്ലുകൾ, കല്ലിങ്ങനെ വാരിയെടുത്ത് എറിയാൻ ഉപയോഗിക്കുന്ന ചരൽക്കല്ലുകൾ ഹസബ എന്ന് അറബിയിൽ പറയാറുണ്ട്. ഹസബ, ഹാസിബ എന്ന് അല്ലാഹു പറയും. ചരൽക്കാറ്റുകളെ സംബന്ധിച്ച് ഹാസിബ എന്ന് ചോദിക്കുന്നുണ്ട്. അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. ഹാസിബ എന്ന് പറഞ്ഞാൽ ചരൽക്കാറ്റാണ്, കൽമഴ എന്നൊക്കെ പറയാം. അതുപോലെ ഇവിടെ പറയുന്നത് എറിയപ്പെടുന്ന വസ്തു ആരവിടെ? ഹസബ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സത്യനിഷേധികൾ. പിന്നെ ആരാ കൂടെയുള്ളത്? വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് വലിയ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, ഇവരെല്ലാം, നിങ്ങളും നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളും ആരാധ്യരും എല്ലാം തന്നെ ഹസബു ജഹന്നം, നരകത്തിൻ്റെ വിറകാണ്. അൻതും ലഹാ വാരിദൂൻ എന്ന് മാത്രമല്ല, അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അതിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. വാരിദൂൻ എന്ന് പറഞ്ഞാൽ അവിടെ വന്നെത്തുക. വാരിദ് ശരിക്കും വറദ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് ദാഹിച്ച ആളുകൾ വെള്ളത്തിൻ്റെ അടുത്ത് എത്തുന്നത് പോലെ, ദാഹാർത്തരായ ആളുകൾ വെള്ളത്തിനടുത്ത് എത്തുന്നത് പോലെ വെള്ളം തേടി നടക്കുകയായിരിക്കും അവർ. അതുപോലെ ഇവരിതാ ഈ നരകത്തിൽ എറിയപ്പെടുക തന്നെ ചെയ്യും, അതിലേക്ക് അവരെത്തും. അൻതും ലഹാ വാരിദൂൻ. ഈ ആയത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ മാത്രമല്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വഴിപാടുകളും നേർച്ചകളും നേർന്നുകൊണ്ടിരിക്കുന്നവരുമൊക്കെ തന്നെ ഹസബു ജഹന്നം, നരകത്തിലെ വിറകാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് അന്ന് തന്നെ മക്കയിലെ ചില മുശ്രിക്കുകൾ പറഞ്ഞു, ഇത് നല്ല കഥ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആളുകൾ, നിങ്ങൾ പറയുന്നല്ലോ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ മലക്കുകളുണ്ടല്ലോ, ഞങ്ങളിൽ ചില ആളുകളൊക്കെ മലക്കുകളെ പൂജിക്കുന്നവരാണ്, ആ മലക്കുകൾ നരകത്തിൽ വരുമോ? ഇനിയും അവർ ചോദിച്ചു, അല്ല, ഇതാ യഹൂദികളെ കണ്ടില്ലേ, അവർ ഉസൈറിനെ പൂജിക്കുന്നവരാണ്. ഉസൈർ ഇബ്നുല്ലാ എന്നവർ പറയുന്നു. അസ്റ പുരോഹിതൻ, നല്ല മനുഷ്യനായിരുന്നു അസ്റ. ആ നല്ല മഹൽ വ്യക്തിയായ ഉസൈർ നരകത്തിൽ ഇടപെടുമെന്നോ? അതല്ല, ക്രൈസ്തവരിതാ വിശ്വസിക്കുന്നു ഈസ ബിൻ മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ. എത്രയോ ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈസയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇത് ഈ നല്ല മനുഷ്യർ, അവരെ സംബന്ധിച്ച് കുല്ലു മൻ അഹബ്ബ അൻ യുഅബദ മിൻ ദൂനില്ലാഹ് ഫഹുവ മഅ മൻ അബദഹു. കുല്ലു മൻ അഹബ്ബ അൻ യുഅബദ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ താൻ ആരാധിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച, ഇഷ്ടപ്പെട്ട ആളുകൾ, അതിൽ ഈസ ഉണ്ടാവില്ല, ഒരിക്കലുമില്ല. എന്നെ ആരാധിക്കണമെന്ന് അദ്ദേഹം ഒരു കാരണവശാലും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഉസൈർ പറഞ്ഞിട്ടില്ല. ഒരു മലക്കും ഈ അടിയാറുകളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളെ പൂജിക്കണമെന്ന്. അങ്ങനെ പറയാൻ മാത്രം വിഡ്ഢികളല്ല അവർ. അതുകൊണ്ട് അവരല്ല ഇത്. പിന്നെ ആരാ ഇത്? കുല്ലു മൻ അഹബ്ബ അൻ യുഅബദ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ തങ്ങൾ ഇബാദത്ത് ചെയ്യപ്പെടണം, ആരാധിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ, ഇഷ്ടപ്പെട്ട ആളുകൾ, അവരാണ്. ഫഹുവ മഅ മൻ അബദഹു, അങ്ങനെയുള്ള ആളുകളാണ് തങ്ങൾ ആരാധിച്ച ആളുകൾ. തങ്ങൾ ആരാധിച്ചത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ ഉണ്ടാവും. ആരാധ്യരുടെ കൂടെ ആരാധ്യരും ആരാധകരും ഒരുമിച്ചുണ്ടാവും. ഈസാ നബിയും ഉസൈറും മലക്കുകളൊന്നും പടച്ചോനല്ലാതെ ഞങ്ങൾക്ക് വഴിപ്പെടുന്നത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് ഒരു ആഗ്രഹവും അതില്ല. ആ ആഗ്രഹത്തിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ അവർ വന്നത്. അതുകൊണ്ട് അവർക്ക് ശിക്ഷയില്ല. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നരകത്തിലെ വിറകായി കത്തിക്കപ്പെടുന്നത് ഈ ആളുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ ഈസാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, മരം കൊണ്ടും കല്ലുകൊണ്ടും. ഇതൊക്കെ ഇന്ധനമായി തീരും, മരവും കല്ലും. അത് ഈസാ നബി അല്ലല്ലോ. ആ മരവും കല്ലുമൊക്കെ കത്തിക്കപ്പെടുന്ന ആൾ, ഇവർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന പൂജ്യ വസ്തുക്കൾ എല്ലാം കത്തിക്കപ്പെടുന്ന, ഇവരുടെ കൂടെ കത്തിക്കപ്പെടുന്ന ഒരു നാൾ, അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ദുനിയാവിൽ ഒരു ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുള്ള ഘട്ടത്തിൽ എന്നെ രക്ഷിക്കണേ എന്നല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. അതിനാണല്ലോ ദൈവം. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ തരത്തിൽപ്പെട്ട ആപത്തുകളിൽ നിന്നും എനിക്ക് രക്ഷ നൽകുവാൻ, എന്നെ കാക്കുവാൻ ഉള്ള ഒരു ശക്തി, അതാണ് ദൈവം എന്ന് പറയുന്നത്. പക്ഷേ വലിയൊരു ആപത്തിൽ ഞാൻ അകപ്പെട്ടപ്പോൾ
ഈ ആപത്തിൽ എന്നെ രക്ഷിക്കാൻ കഴിയാതെ, എൻ്റെ നിലവിളി കേൾക്കാൻ കഴിയാതെ എൻ്റെ കൂടെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതാണ് ഇവിടെ പറയുന്നത്. അവരെ പരിഹാസ്യരാക്കി തീർക്കുകയാണ്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ. നിശ്ചയമായും നിങ്ങളും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നവരും ഹസബു ജഹന്നം, നരകത്തിൻ്റെ വിറകാണ്, ഇന്ധനമാണ്. അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അവിടേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ലൗ കാന ഹൗലാഇ ആലിഹതം മാ വറദൂഹാ വകുല്ലു ഫീഹാ ഖാലിദൂൻ. വിശദീകരിക്കുക അല്ലാഹു. ഇവരെയാണല്ലോ നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെങ്ങാനും ഇലാഹുകളായിരുന്നെങ്കിൽ, ലൗ കാന ഹൗലാഇ, ഇക്കൂട്ടർ ആയിരുന്നെങ്കിൽ, നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നെങ്കിൽ, ആലിഹതൻ, ദൈവങ്ങളായിരുന്നെങ്കിൽ, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന, നിങ്ങളുടെ നേർച്ച വഴിപാടുകൾ സ്വീകരിക്കുന്ന ദൈവങ്ങളായിരുന്നെങ്കിൽ, മാ വറദൂഹ, അവരൊരിക്കലും അവിടെ എത്തിച്ചേരുമായിരുന്നില്ല. മാ വറദൂഹ, അവരവിടെ വന്നു ചേരുമായിരുന്നില്ല. വകുല്ലുൻ ഫീഹ ഖാലിദൂൻ, ഇപ്പോഴിതാ അവരെല്ലാവരും അവിടെ ശാശ്വതവാസികളാണ്. കണ്ടോ, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ രക്ഷിക്കേണ്ട ആളാ, രക്ഷിക്കേണ്ട ശക്തിയാണ് ദൈവം എന്ന് പറഞ്ഞാൽ. അല്ലാത്ത എന്താ? അല്ലാതെ നമ്മൾ ദൈവത്തെ രക്ഷിക്കാനല്ലല്ലോ മനുഷ്യന്മാർ. പക്ഷേ ഇവരെ അങ്ങനെയാണ്. നേരത്തെ സൂറത്ത് യാസീനിലും അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരാളുകളോട് സഹായം തേടുന്നു, പക്ഷേ ഇവർ തന്നെ സഹായിക്കപ്പെടുകയാണ്. ഈ ദൈവങ്ങൾ തന്നെ സഹായിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ന് പറയും. അത് തന്നെയാണ് അവിടെയും കാണുന്നത്. നരകത്തിൽ എറിയപ്പെടുമ്പോൾ ദൈവങ്ങളും കൂടെയുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ദൈവങ്ങൾ കത്തുന്നതുകൊണ്ട് അവർക്ക് ചൂട് കൂടുന്നത്, അല്ലെങ്കിൽ അത് ഇന്ധനമാണ്. ഇന്ധനമായി കത്തിക്കപ്പെടുക. ആർക്കുള്ള ഇന്ധനം? ഞങ്ങൾ ഇക്കാലം അത്രയും, ഞങ്ങളുടെ ജീവിതകാലം അത്രയും പൂജിച്ചു കൊണ്ടിരുന്ന, പൂവിട്ട് പൂജിച്ച, ഞങ്ങളെല്ലാ സകലമായ നിവേദ്യങ്ങളും ഒക്കെ അർപ്പിച്ചുകൊണ്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ ഇതാ ഞങ്ങളെ കത്തിക്കാനുള്ള ഇന്ധനമായി മാറുന്നു. എത്ര ഭയാനകമാണെന്ന് ആലോചിച്ച് നോക്ക്. ഹസബു ജഹന്നം. അല്ലാഹു പറയും, ലൗ കാന ഹൗലാഇ ആലിഹ, ഇവരൊക്കെ ദൈവങ്ങളായിരുന്നെങ്കിൽ, മാ വറദൂഹ, അങ്ങനെ സംഭവിക്കൂലല്ലോ. എന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും നരകത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നില്ല. വകുല്ലുൻ ഫീഹാ ഖാലിദൂൻ, അവരവിടെ എല്ലാവരും അതിൽ ശാശ്വതരാണ്. അത് ഇവിടെ നിന്ന് തന്നെ അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു കാര്യം പറയുന്നു, ലഹും ഫീഹാ സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ. ലഹും, അവർക്കുണ്ട്, ഫീഹ, അവിടെ, സഫീർ. സഫീർ എന്ന് പറഞ്ഞാൽ ആർത്തനാദം എന്നാണ് പറയുക. ഒരു നിലവിളിയുടെ ശബ്ദത്തിനാണ് സഫീർ എന്ന് പറയുക. ഭയങ്കരമായ നെടുവീർപ്പിനും പറയാറുണ്ട് ഉണ്ടല്ലോ. ഒരു ഭയാനകതയിൽ നിന്നുണ്ടാകുന്ന ഒരു നെടുവീർപ്പ്, ആർത്തനാദം, അതൊക്കെ പറയാം. സഫീർ, അങ്ങനെ അവിടെ അവർ അലറിക്കൊണ്ടിരിക്കും പറയും. ലഹും ഫീഹ സഫീറുൻ, നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കും, അലറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആർത്തനാദം ഉയർത്തിക്കൊണ്ടിരിക്കും. വഹും ഫീഹ ലാ യസ്മഊൻ, മാത്രമല്ല അവരവിടെ യാതൊന്നും കേൾക്കുകയില്ല. രണ്ട് സംഗതിയാണ് പറഞ്ഞത്. ഒന്ന്, ലഹും ഫീഹ സഫീർ, അവർക്കവിടെ ആകെ ഉണ്ടാവുക ആർത്തനാദങ്ങളാണ്, നെടുവീർപ്പുകളാണ് കേൾക്കാനാവുക. അതല്ലാത്തതൊന്നും, വഹും ഫീഹ ലാ യസ്മഊൻ, വേറൊന്നും അവർ കേൾക്കൂല എന്നാവാം. അവരാകെ കേൾക്കുക അവിടെ സഫീർ, ആർത്തനാദങ്ങൾ. ഒന്ന് ആലോചിച്ചു, നിരന്തരമായ നിലവിളി കേൾക്കുന്ന ഒരു സ്ഥലത്ത്, ചിലപ്പോൾ നമ്മൾ ചില ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാർഡിൽ ആളുകൾ, അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര വിഷമമായിരിക്കും നിൽക്കാൻ. കാരണം അവിടുന്ന് നിലവിളി, ഇവിടുന്ന് നിലവിളി, വേദന കൊണ്ട് പൊളയുന്നു, ഭയങ്കരമായ പ്രശ്നം. ഒന്ന് ആലോചിച്ചു നിങ്ങൾ. നരകാഗ്നിയെ സംബന്ധിച്ച് പറയുകയാണ്, അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ആർത്തനാദം, നെടുവീർപ്പ്, അതല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല. ലഹും ഫീഹ സഫീറുൻ വഹും ഫീഹ ലാ യസ്മഊൻ. ഇതിന് മറ്റൊരു വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട് ചില മുഫസ്സിറുകൾ. അത് പറഞ്ഞത്, ലഹും ഫീഹ സഫീർ എന്ന് പറഞ്ഞാൽ അവിടെ ഇടുന്ന മനുഷ്യരുണ്ടല്ലോ, രണ്ടുപേരുണ്ട് അവിടെ. മനുഷ്യരുണ്ട്, ഇവരുടെ പൂജ്യരായ ആരാധ്യ വസ്തുക്കളുണ്ട്. അത് കല്ലും മരമൊക്കെ ഉണ്ടാവും, അതിൽ എല്ലാം ഉണ്ട്. ഈ മനുഷ്യരുടെ വിലാപം, ലഹും ഫീഹ സഫീർ, ആർത്തനാദമുണ്ട്, അവരുടെ നെടുവീർപ്പുണ്ട്. വഹും ഫീഹ ലാ യസ്മഊൻ, എന്നാൽ ആ നെടുവീർപ്പ് കേൾക്കേണ്ട ആരായിരുന്നു കേൾക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ദൈവങ്ങളാ, അവർക്ക് അത് കേൾക്കാൻ സാധ്യമല്ല. എന്നാൽ രണ്ടാമത് വഹും എന്ന് പറഞ്ഞത് ഈ ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ചാണ് എന്നും ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും ശരി, ആ നരകത്തിൻ്റെ ഭയാനകത പറയുകയാണ്. ലഹും ഫീഹ
സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ. അവർക്കവിടെ ആർത്തനാദമാണ്, നെടുവീർപ്പുകളാണ്. ആ നെടുവീർപ്പുകൾ അതല്ലാതെ മറ്റൊന്നും അവർ അവിടെ കേൾക്കുകയില്ല. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബ്അദൂൻ. നരകത്തിൻ്റെ ഭയാനകത കുറഞ്ഞ വാക്കുകൾ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ അൽ ഹുസ്ന. ഇന്നല്ലദീന സബഖത്, സബഖ എന്നാണ് മുൻകഴിഞ്ഞ, മുൻകടന്ന, നേരത്തെ വന്ന, അതിനൊക്കെ പറയാം സബഖ. ഇന്നല്ലദീന സബഖത് ലഹും, ഒരു കൂട്ടർ, സബഖത്ത് ലഹും അവർക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്, മുൻകടന്നിട്ടുണ്ട്. എന്ത്? മിന്ന, നമ്മിൽ നിന്ന്, അൽ ഹുസ്ന, നല്ലത്. അൽ ഹുസ്ന ആഖിബത്തുൽ ഹുസ്ന എന്നാവാം, എന്ന് പറഞ്ഞാൽ നല്ല ഒരു പരിണതി നേരത്തെ തന്നെ നാം അറിയിച്ച ഒരു കൂട്ടർ. അതാണ് ഇന്നല്ലദീന സബഖത്ത് ലഹും മിന്ന അൽ ഹുസ്ന, നമ്മിൽ നിന്നും അൽ ഹുസ്ന, നന്മകൾ നേരത്തെ തന്നെ അറിയിക്കപ്പെട്ട ഒരു കൂട്ടർ. ഉലൈക, അവർ, അൻഹ, ആ നരകാഗ്നിയിൽ നിന്ന്, മുബ്അദൂൻ, അകറ്റപ്പെടുന്നവരാണ്. മുബ്അദൂൻ, അവർ അവിടെ നിന്നും അകറ്റപ്പെടുന്നവരാണ്, അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരാണ്. എന്താ പറഞ്ഞത്? നരകത്തെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത് ആ നരകത്തിൻ്റെ വിറകാണ്. കാഫിറുകളെ നോക്കിയിട്ട് പറയാം, നിങ്ങളും നിങ്ങൾ ആരാധിച്ച വസ്തുക്കളും അവിടെ ഇവരുടെ നെടുവീർപ്പുകളല്ലാതെ മറ്റൊന്നും കേൾക്കാനാവുകയില്ല. ഈ നെടുവീർപ്പുകൾ അങ്ങനെ കേൾക്കുകയല്ലാതെ ഇവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയാത്ത കുറേ ദൈവങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. പക്ഷേ അതല്ല. ആർക്ക്? ഇന്നല്ലദീന സബഖത് ലഹും മിന്ന അൽ ഹുസ്ന, നമ്മിൽ നിന്ന് സന്തോഷവാർത്ത ലഭിച്ച, നല്ലത് ലഭിച്ച എന്നാ പറയുന്നത്, നല്ലത് ലഭിച്ച, നല്ല പര്യവസാനമുണ്ടെന്ന് വാർത്ത ലഭിച്ച ആളുകളുണ്ടല്ലോ, അവർ ഉലൈക അൻഹ മുബ്അദൂൻ, ഈ നരകാഗ്നിയിൽ നിന്നും അകറ്റപ്പെടുന്നവരാണോ. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ സംബന്ധിച്ചാണ് പറയുന്നത്. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന വിഭാഗം, അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചു പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയതുപോലെ തന്നെയാണ്. നമ്മൾക്കും റസൂൽ പറഞ്ഞറിയുക ഒറ്റ കാര്യമാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ സൽക്കർമ്മം ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ, മൻ യഅമൽ മിൻകും അമലൻ സ്വാലിഹ വമൻ യഅമൽ മിൻകും അമലൻ സ്വാലിഹ വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ഫലാ കുഫ്രാന ലിസഇഹി, അത് നാം മൂടി വെക്കുകയില്ല. വ ഇന്ന ലഹു കാതിബൂൻ, നമ്മത് രേഖപ്പെടുത്തി. ഇത് കേട്ടിട്ട് നമ്മൾ നിരന്തരം ചെയ്തിട്ടുണ്ട്, പലതും കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ആളുകളോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഏറെ ദുരിതത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, അതിക്രമത്തിൻ്റെ സന്ദർഭത്തിലൊക്കെ ക്ഷമയെ അവലംബിച്ച് നന്മയുടെ മാർഗത്തിൽ അടിയുറച്ച് നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഹുസ്നയാണ്. അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് കൊടുക്കുക. ഇന്നല്ലദീന സബഖത് ലഹുമുൽ മിന്നൽ ഹുസ്ന ഉലൈക അൻഹ മുബ്അദൂൻ, അവർ അവിടുന്ന് അകറ്റപ്പെടും. എന്നിട്ടോ ലാ യസ്മഊന ഹസീസഹാ വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. അവർക്ക് ലാ യസ്മഊൻ, അവർ കേൾക്കുകയില്ല. ഹസീസഹ, ഹസീസ് എന്ന് പറഞ്ഞാൽ നേർത്ത ശബ്ദത്തിനാണ് പറയുക, വളരെ ചെറിയ പതിഞ്ഞ സ്വരത്തിനാണ് ഹസീസ് എന്ന് പറയുക. ഹസ്സ യുഹിസ്സു, അനുഭവപ്പെടുക എന്നൊക്കെ പറയാറുണ്ട് ആ വാക്കിനർത്ഥം. ഹസീസഹ, അതിൻ്റെ നേർത്ത ശബ്ദം പോലും. ഏതിൻ്റെ? ആ നരകത്തിൻ്റെ, നരകാഗ്നിയുടെ, ആ നരകത്തിൽ അകപ്പെട്ടവരുടെ ആർത്തനാദങ്ങൾ, അവരുടെ വിലാപങ്ങൾ, അതൊന്നും ഇവർ കേൾക്കുകയില്ല. അത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രശ്നമല്ല, അസ്വസ്ഥ, എന്തൊരു നിലവിളിയല്ലേ, എവിടെ നിന്നാണ്, എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. കേൾക്കൂല ഇവർ. ലാ യസ്മഊന ഹസീസഹ, അവരതിൻ്റെ നേർത്ത ശബ്ദം പോലും കേൾക്കുകയില്ല. എന്ന് മാത്രമല്ല, വഹും ഫീമാ ഇശ്തഹത്, അവരാവട്ടെ ഫീ, എന്തിലാണ്? മാ ഇഷ്തഹത്, ഇഷ്തഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, കൊതിക്കുക. എനിക്ക് വേണമെന്ന് ഞാൻ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. വഹും ഫീമാ ഇശ്തഹത്, അവരാഗ്രഹിച്ചതെന്തോ അതിലാണ് അവരുള്ളത്. അംഫുസുഹും, അവരുടെ ആത്മാക്കൾ, അവരുടെ ശരീരം ആഗ്രഹിച്ച കാര്യങ്ങൾ. ഖാലിദൂൻ, അവരവിടെ എന്നും നിലനിൽക്കുന്നവരാണ്, ശാശ്വതരാണ്. ലാ യസ്മഊന ഹസീസഹ വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവർ അതിൻ്റെ നേരിയ ശബ്ദം പോലും കേൾക്കുകയില്ല എന്ന് മാത്രമല്ല, അവർ എന്നെന്നും തങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന, മനസ്സ് ആഗ്രഹിക്കുന്ന സുഖാസ്വാദ്യതകളിലാണ് ഉള്ളത്, സുഖാസ്വാദ്യതകളിലാണുള്ളത്. വഹും ഫീമാ ഇശ്തഹത് ഹും ഫീ അൻഫുസുഹും ഖാലിദൂൻ, അവർ ആവശ്യപ്പെടുന്ന, അവരാഗ്രഹിക്കുന്ന സുഖാസാധ്യതകളിലാണ് അവരുള്ളത്. സ്വർഗസ്ഥരെ സംബന്ധിച്ച് പറഞ്ഞതാ.
അവരാരാന്ന് വെച്ചാൽ പടച്ചറബിൻ്റെ വാഗ്ദാനം കേട്ടിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആളുകളാണ്. ഇവിടുന്ന് പല ജാതി ചാൻസ് ഉണ്ടായിരുന്നു. പലരും പല രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ അകപ്പെടാതെ പിടിച്ചു നിന്നതാ. പലരും വഴിയിൽ വീണു പോയിട്ടുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാതെ പൈശാചികമായ പ്രേരണകൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഈ വിശ്വാസികൾ അതിലൊന്നും പെടാതെ റബ്ബിൻ്റെ അടുത്താണ് എൻ്റെ പ്രതിഫലമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ ആളുകൾ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, അവർക്ക് ലാ യസ്മഉന ഹസീസഹ, അവർ താമസിക്കുന്ന ആ സ്ഥലങ്ങളിൽ അവർക്ക് ഒട്ടും ഇതിൻ്റെ നേർത്ത ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. വഹും ഫീ മഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, എന്ന് മാത്രമല്ല അവരെന്താണോ കൊതിക്കുന്നത്, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ സുഖ ആസ്വാദ്യങ്ങളിൽ അവർ ശാശ്വതരായി കഴിയുകയാണ്. അത് വല്ലാത്തൊരു ആസ്വാദന. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ചിലപ്പോൾ വിനോദയാത്രകളൊക്കെ പോവാറുണ്ട്. ഏറ്റവും മനോഹരമായ ചില സ്ഥലങ്ങളൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട്, റിസോർട്ടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. പക്ഷേ എത്ര കാലം അവിടെ ജീവിക്കാൻ കഴിയും ഒരാൾക്ക്, ഒരു കുടുംബത്തിന്? എന്നും റിസോർട്ട് നിൽക്കുക, പിന്നെ മടുക്കും, അത് പോരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നത്, ഒരു കാലവും ഒരു നിമിഷം പോലും ഒരു മനുഷ്യന് മടുപ്പ് അനുഭവപ്പെടാത്തൊരു സ്ഥലമാണ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, സൂറ അൽ കഹ്ഫിൽ കാണാം. ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. അവർ പ്രവേശിപ്പിക്കപ്പെടുന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത, അതിൽ നിന്നൊരു മാറ്റം അവരാഗ്രഹിക്കുകയില്ല, വേറൊന്ന് വേണമെന്ന് വിചാരിക്കില്ല. എന്ന് മാത്രം അവിടെ എന്താണ് വേണമെന്ന് അവരാഗ്രഹിക്കുന്നത് അതൊക്കെയും അവിടെ ലഭ്യമാണ്. അങ്ങനെ ലഭ്യമാവുന്ന ഒരു രാജാവ് ഈ ലോകത്തില്ല. ഏറ്റവും വലിയ സമ്പന്നൻ പോലും വിചാരിക്കുന്നത് അങ്ങനെ തന്നെ കിട്ടുന്ന ഒരാളുമില്ല. ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ പ്രശ്നം ഉണ്ടായാലും ഒരു നിവൃത്തിയില്ലല്ലോ. ഒന്ന് ആലോചിച്ചുകൾ, എല്ലാ സൗകര്യമുണ്ട്, എല്ലാ സമ്പത്തൊക്കെ ഉണ്ട്, ഒരു രോഗം വന്നാൽ പോയില്ലേ കാര്യമോ? അവരെന്താണോ ആഗ്രഹിക്കുന്നതൊക്കെ നടപ്പാക്കപ്പെടുന്ന സ്വർഗ്ഗലോകത്തെ സംബന്ധിച്ച പടച്ചറബ് പറയുന്നത് എത്ര മനോഹരമായ സ്വർഗമാണ്. അതാണ് പറയുന്നത്, നോക്ക്, ലാ യസ്മഉന ഹസീസഹാ, അതിൻ്റെ നേർത്ത ശബ്ദം പോലും അവരവിടെ കേൾക്കുകയില്ല. വഹും ഫീ മഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവരവിടെ എന്താണോ അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ആ ആസ്വാദനങ്ങളിൽ അവർ ശാശ്വതരായിട്ട് അവിടെ താമസിക്കും. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ വതതലഖാഹുമുൽ മലായികതു ഹാദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ. എന്താ പിന്നെ അവർക്ക് ഈ ആളുകളോട് അല്ലാഹു ചെയ്യുന്നത് എന്താ? ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ. ഹസന യഹ്സുനു, ദുഃഖിപ്പിക്കുകയാണ്. ലാ യഹ്സുനുഹും, അവർ ദുഃഖിക്കുന്നില്ല, അവരെ ദുഃഖിപ്പിക്കുകയില്ല. അൽ ഫസഉൽ അക്ബർ, ഫസ എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഭയാനകതയാണ്, വിഹ്വലതയാണ്. അൽ അക്ബർ, ആ വലിയ, ആ മഹാവിഹ്വലത എന്നാണ്. അൽ ഫസഉൽ അക്ബർ എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ ഭയാനകത, അന്ത്യനാളിൻ്റെ ഭയാനകത ഒക്കെ ആവാം. അൽ ഫസഉൽ അക്ബർ, അന്ത്യനാളിൻ്റെ ഭയാനകതകൾ ഖുർആൻ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ പറയുന്നുണ്ട്. ഇദാ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. ഒരു സ്ഥലത്ത് അങ്ങനെയാണ് പറഞ്ഞത്, ഒരു ഭയാനകമായ ശബ്ദം, ഭയങ്കരമായൊരു മുട്ടൽ. അൽ ഖാരിഅ, വലിയൊരു മുഴക്കം. ആ മുഴക്കം മുഴങ്ങുന്ന സമയത്ത് യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്, ചിതറിയ പാറ്റകളെപ്പോലെ ഇങ്ങനെ പാറിപ്പോവും മനുഷ്യർ. കടഞ്ഞെടുക്കപ്പെട്ട പഞ്ചി പോലെ പർവ്വതങ്ങളായിത്തീരുന്ന ദിവസം എന്ന് പറയുന്നുണ്ട്. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ. അൽ വാഖിയയിൽ അങ്ങനെയാണ് പറയുന്നത്. അന്ന് പർവ്വതങ്ങളൊക്കെ ഇടിച്ചുടക്കപ്പെടുന്ന, ഭൂമിയുടെ നിമ്നോന്നതികളൊക്കെ നിരപ്പാക്കപ്പെടുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പൊടിയാക്കപ്പെടുന്ന അവസ്ഥയെ സംബന്ധിച്ച്, പർവ്വതങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വളരെ ഭയാനകമാണ്. അൽ ഫസഉൽ അക്ബർ,
ഭയാനകമായ ഏറ്റവും ഭയാനകമായ ദിവസത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ഈ സത്യവിശ്വാസികളുണ്ടല്ലോ, അവരെ പറ്റി നമ്മൾ പറയുന്നത് ലാ യഹ്സുനുഹും അൽ ഫസഉൽ അക്ബർ. ഈ ഭയാനകതകൾ അവരെ ദുഃഖിപ്പിക്കൂല, അവർക്ക് പേടിയുണ്ടാവില്ല സത്യവിശ്വാസികൾക്ക്. എന്താ കാരണം? എന്നിട്ടോ വതതലഖാഹുമുൽ മലായിക, മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാവും. എങ്ങനെയെന്നറിയോ? അവരെ സ്വാഗതം ചെയ്തുകൊണ്ട്. തതലഖാഹും, അവരെ കണ്ടുമുട്ടിക്കൊണ്ട്, അവരെ സ്വാഗതം ചെയ്തുകൊണ്ട്, അവരെ നേർക്കുനേരെ സ്വീകരിച്ചുകൊണ്ട്, എതിരേറ്റുകൊണ്ട് മലക്കുകൾ ഉണ്ടാവും. ഹാദാ യൗമുക്കും, എന്നിട്ട് അവരോട് പറയാണ്, ഇത് നിങ്ങളുടെ ദിവസമാണ്. അല്ലദീ കുൻതും തുഅദുൻ, ഇതാണ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം. ഹാദാ യൗമുക്കുമുല്ലദീ കുൻതും തുഅദുൻ. നേരത്തെ അവരോട് പറഞ്ഞില്ലേ, സത്യനിഷേധികളായ ആളുകൾ ദിവസം കാണുമ്പോൾ പടച്ചോനെ ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചില്ലല്ലോ, അല്ല ഞങ്ങൾ കടുത്ത അക്രമമാണല്ലോ അന്ന് ചെയ്തു പോയതെന്ന് വിലപിക്കുന്ന സത്യനിഷേധികളെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ നോക്ക്, സത്യവിശ്വാസി ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയവും അവർക്കില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറയുന്ന സൂറത്ത് യാസീനിൽ കാണാം, ഹാദാ മാ വഅദന അല്ലേ വസദഖൽ വഅദനല്ലാഹ് വസദഖൽ മുർസലൂൻ. ഇത് അള്ളാഹു ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ്, ഈ പ്രവാചകന്മാരൊക്കെ സത്യമാണ് പറഞ്ഞത് എന്ന് അവർ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഈ ആളുകളോട് മലക്കുകൾ പറയാണ്, തതലഖാഹുമുൽ മലായികതു, മലക്കുകൾ അവരെ എതിരേൽക്കുകയാണ് സത്യവിശ്വാസികളെ. ഹാദാ യൗമുക്കുല്ലദീ കുൻതും തുഅദൂൻ, ഇത് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണ്. ഹാദാ യൗമുക്കുല്ലദീ കുൻതും തുഅദൂൻ. സത്യവിശ്വാസികളോട് ഈ മലക്കുകൾ പറയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അത് ഈ ദുനിയാവിൽ വെച്ചാണെന്നും പറയുന്നുണ്ട്, പരലോകത്താണെന്നും പറയുന്നുണ്ട്. രണ്ടും ശരിയാ. അവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാം, അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന ആളുകൾ, അവരുടെ നേരെ അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും. തതനസ്സലു അലൈഹിമുൽ മലായിക, എന്നിട്ട് മലക്കുകൾ അവരോട് പറയും, ലാ തഹ്സനു വല തഖാഫു അല്ല തഖാഫു വല തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട എന്ന് പറയും. അതുപോലൊരായത്ത് അവിടെ തതലഖാഹുമുൽ മലായികതു, മലക്കുകൾ അവരെ എതിരേൽക്കും. ഹാദാ യൗമുക്കുമുല്ലദീ കുൻതും തുഅദൂൻ, ഇത് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണ്. സത്യവിശ്വാസി ഈ ദിവസത്തെ കാത്തുക്കുക. സത്യനിഷേധികൾ ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഓടി നടക്കുക, പലതും വിളിച്ചു നോക്കുന്നുണ്ട്. സത്യവിശ്വാസി ഇത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ദിവസം കണ്ടുമുട്ടാൻ ഏറെ കൊതിച്ചതാണവർ. യൗമുക്കുമുല്ലദീ കുൻതും തുഅദൂൻ. എന്നിട്ട് ആ ദിവസത്തിൻ്റെ ഭയാനകത വീണ്ടും അല്ലാഹു പറയുന്നു, യൗമ നതുവിസ് സമാഅ കത്വയ്യിസ് സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. അല്ലാഹു പറയാ, യൗമ നതുവിസ് സമാഅ കത്വയ്യിസ് സിജില്ല്. ആ ദിവസം ഉണ്ടല്ലോ, അന്ന് നതുവി തവാ യതുവി തൊയ്യ് എന്ന് പറഞ്ഞാൽ ചുരുട്ടുക നാം. നതുവിസ് സമാഅ, നാം ആകാശത്തെ ചുരുട്ടും. തൊയ്യ് സിജില്ല്, ഏതുപോലെ? തൊയ്യ് തവാ എന്നുള്ളതിൻ്റെ മസ്ദറാണ് തൊയ്യ് എന്ന് പറഞ്ഞാൽ ചുരുട്ടൽ പോലെ. ഏതിൻ്റെ ചുരുട്ടൽ പോലെ? സിജില്ലി ലിൽ കുത്തുബ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ കിതാബിൻ്റെ ജംആണ്. പുസ്തകങ്ങളുടെ സിജില്ല്, ഏടുകൾ, കഷ്ണങ്ങൾ പോലെ, കടലാസുകൾ പോലെ. സുജില്ലി ലിൽ കുത്തുബ്, പുസ്തകങ്ങളിലെ കടലാസുകൾ പോലെ, പേപ്പറുകൾ പോലെ അന്ന് നാം ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുന്നു. അല്ലാഹ് പറയാം, ആകാശത്തിൻ്റെ അതിർത്തി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആകാശലോകത്തുള്ള ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, എത്രയാണ് ആ നക്ഷത്രങ്ങളുടെ എണ്ണം എണ്ണിക്കണക്കാക്കാൻ പറ്റിയിട്ടില്ല. അതിലൊരു സൂര്യന് ചുറ്റുമുള്ള ഏതാനും ചില ഗ്രഹങ്ങളെ സംബന്ധിച്ച് നമുക്കറിയൂ. നമ്മൾ കാണാത്തതാണ് കൂടുതലുള്ളത്, കണ്ടതും മറിഞ്ഞതും വളരെ വളരെ നിസ്സാരമാണ്. പടച്ച റബ്ബ് പറയുന്നു, ഈ ആകാശലോകത്തെ നതുവിസ് സമാഅ കത്വയ്യിസ് സിജില്ലി ലിൽ കുതുബ്, ഒരു പേപ്പർ ചുരുട്ടിപ്പിടിക്കുന്നത് പോലെ. ആദ്യകാലത്ത് ഈ മൃഗങ്ങളുടെ തോലുകളിൽ എഴുതി വച്ചിരുന്നു, അതുപോലെ പാപ്പിറസ് ചെടികളുടെ ഇലകളിലൊക്കെ എഴുതി വച്ചിരുന്ന അതൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് സ്ക്രോളാക്കി കൊണ്ടു നടക്കും, ചുരുളുകളായിട്ട്. ആ ചുരുളുകളെ പോലെ ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുന്നു. അല്ലാഹ് പറയുക,
യൗമ നതുവിസ് സമാഅ കത്വയ്യി സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. കമാ ബദഅനാ അവ്വല ഖൽഖ്, ആദ്യ തവണത്തെ സൃഷ്ടിപ്പ് നാം ആരംഭിച്ചതുപോലെ. നോക്ക്, കമാ ബദഅനാ, നാം ആരംഭിച്ചതുപോലെ, തുടങ്ങിയതുപോലെ. അവ്വല ഖൽഖിൻ, ആദ്യ സൃഷ്ടിപ്പ്. ഒന്നുമില്ലാതിരുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയില്ലേ? ആകാശത്തെയും ഭൂമിയെയും മനുഷ്യനെയും മൃഗങ്ങളെയും മരങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയില്ലേ? അതുപോലെ ഇതാ പുനഃസൃഷ്ടിപ്പാണ്. കമാ ബദഅനാ അവ്വല ഖൽഖിൻ, ആദ്യ തവണ നാം സൃഷ്ടിച്ചതുപോലെ. നുഈദുഹു, അആദ, ആവർത്തിക്കുക. നുഈദുഹു, നാം അത് ആവർത്തിക്കും, വീണ്ടും പുനഃസൃഷ്ടിക്കുക. പുതിയ ആകാശം, പുതിയ ഭൂമി, അതാണ് സ്വർഗലോകം. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. പടച്ചറബിന് പണിയൊന്നുമില്ല. നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് അതൊക്കെ നടക്കുമെന്നൊന്നും ചോദിക്കാണ്ട്. നമുക്ക് നടക്കുമോ ചോദിച്ചാൽ നമ്മുടെ കാര്യം സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുകൾ. നമ്മളുടെ ഒരവസ്ഥ, ഇങ്ങനെയുള്ളൊരു സൃഷ്ടി ഉണ്ടാക്കാൻ നമുക്കാർക്കും കഴിയുമോ? നമ്മളുണ്ടാക്കിയതാരാ? ഇത്ര മനോഹരമായ, ഇങ്ങനെ വല്ലാത്ത കഴിവുകളുള്ള ഒരു സൃഷ്ടി, മനുഷ്യനെന്ന് പറയുന്ന സൃഷ്ടിയെ സൃഷ്ടിച്ച അള്ളാഹു, ഈ പ്രപഞ്ചമകിലോ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പാകപ്പെടുത്തി തന്ന അള്ളാഹു പറയാണ്, ഇതിൽ നാം വീണ്ടും കോലം മാറ്റും. അന്ന് ആകാശലോകത്തെ ചുരുളുകളായിട്ട് കൈപ്പിടിയിൽ ഒതുക്കും. യൗമ നതുവിസ് സമാഅ കത്വയ്യി സിജില്ലി ലിൽ കുതുബ്. ഇത് മാത്രമല്ല, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, ആദ്യ സൃഷ്ടിപ്പ് നാം ആരംഭിച്ചതുപോലെ നാം അതിനെ വീണ്ടും ആവർത്തിക്കും, പുനഃസൃഷ്ടിക്കും. വഅദൻ അലൈന, നിങ്ങൾ ബേജാറാവണ്ട. വഅദൻ അലൈന, ഇത് നമ്മുടെ മേലുള്ളൊരു വാഗ്ദത്തമാണ്, ചുമത്തപ്പെട്ട ഒരു ചുമതലയാണ്. വഅദൻ അലൈന, നമ്മുടെ ബാധ്യതയാണ്, വാഗ്ദാനമാണ്. ഇന്നാ കുന്നാ ഫാഇലീൻ, നാം അത് ചെയ്യുക തന്നെ ചെയ്യും. ഇന്നാ കുന്ന, നിശ്ചയമായും നാം. രണ്ടിലും ഇന്നാ എന്നുള്ളതിൽ തന്നെ നാമുണ്ട്, കുന്ന എന്നുള്ളതിൽ നാമുണ്ട്. നാം ഫാഇലീൻ, അത് ചെയ്യുന്നവനാണ്. ഇന്നാ കുന്ന ഫാഇലീൻ, അള്ളാഹു ചെയ്തു. നമുക്കല്ലേ പ്രയാസം തോന്നുക? പടച്ചറബിനത് പ്രയാസമുള്ള കാര്യമല്ല. മനുഷ്യരെ സൃഷ്ടിക്കാൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പുതിയ രൂപത്തിൽ, പുതിയ ഘടനയിൽ സൃഷ്ടിക്കാൻ. അന്ന് ഇന്നത്തെ രൂപത്തിലാവൂല. ഈ ഒരു ഘടന അന്ത്യനാളോടുകൂടെ താറുമാറാവും. നേരത്തെ ജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ പറയുന്നല്ലോ അല്ലേ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ ബനഅമാമ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയും. സൂറത്തുൽ ഖിയാമയിൽ കാണാം, മനുഷ്യൻ വിചാരിക്കുകയാണ് എങ്ങനെയാണ് എന്നെ പുനഃസൃഷ്ടിക്കാൻ. അള്ളാഹുവിനത് പ്രശ്നമുള്ള കാര്യമല്ല. മനുഷ്യൻ്റെ ഓരോ വിരലടയാളം വേറെ വേറെയല്ലേ? നമ്മുടെയൊക്കെ ഇംപ്രഷൻസ് വേറെയാണല്ലോ, ഫിംഗർ പ്രിൻ്റ്. ആ ഫിംഗർ പ്രിൻ്റ് പോലും അങ്ങനെ തന്നെ പുനഃസൃഷ്ടിക്കുവാൻ എനിക്ക് കഴിയും. അള്ളാഹു പറയാ, ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന, അവരുടെ വിരൽ തുമ്പുകൾ പോലും അതുപോലെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് നാം എന്ന്. അള്ളാഹു പറയാണ്, മനുഷ്യരെ സൃഷ്ടിക്കുക അത് അള്ളാഹുവിന് പണിയുള്ള കാര്യമല്ല. ഈ പ്രപഞ്ചത്തെ ആകെ താറുമാറാക്കിയിട്ട് പുതിയൊരു പ്രപഞ്ചത്തെ ഉണ്ടാക്കുക പടച്ചറബിന് പ്രശ്നമുള്ള കാര്യമല്ല. ഇന്നാ കുന്ന ഫാഇലീൻ, നാം അത് ചെയ്തിരിക്കുമെന്ന് അല്ലാഹു ഉറപ്പിച്ചു പറയും. യൗമ നതുവിസ് സമാഅ കത്വയ്യി സിജിൽ, അന്ന് ആകാശത്തെ കത്വയ്യി സിജില്ലി ലിൽ കുതുബ്, പുസ്തകത്തിലെ താളുകൾ പോലെ നാം ചുരുട്ടിപ്പിടിക്കും. പുസ്തകത്താളുകൾ പോലെ, പുസ്തകത്തിലെ പേജുകൾ പോലെ നാം ചുരുട്ടിപ്പിടിക്കും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, എങ്ങനെയാണോ ആദ്യ തവണ നാം സൃഷ്ടി ആരംഭിച്ചത് അതുപോലെ നാം വീണ്ടും ആവർത്തിക്കും. വഅദൻ അലൈന, ഇത് നമ്മുടെ മേലുള്ളൊരു വാഗ്ദത്തമാണ്. ഇന്നാ കുന്ന ഫാഇലീൻ, നാം അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ്. 104 വരെയുള്ള ആയത്തുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്ലാസ്സോടുകൂടെ ഇൻഷാ അല്ലാഹ് സൂറ അൽ-അംബിയ ഇവിടെ അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നടുത്ത ഭാഗത്തിൽ നമുക്ക് കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്ന്, പിന്നെ അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ എന്നാണ്. അന്ത്യനാളിൻ്റെ ഒരു അടയാളമായ യഅജൂജ് മഅജൂജിൻ്റെ വരവാണ്. അത് ഏതാണ് കൃത്യമായിട്ട് ഇന്നതാണ് യഅജൂജ് മഅജൂജ് എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല.
നമുക്ക് കിട്ടേണ്ട വിശദീകരണം എന്ന് പറയും വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിലുമാണ്. അത് കിട്ടുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിട്ട് യജൂജ് മജൂജ് വരും എന്നാണ്. ദാബത്തുൽ അർള് എന്ന് പറയുന്നത് വേറെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് വിശദീകരിക്കപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ ഈ യജൂജ് മജൂജിനെ സംബന്ധിച്ച് നേരത്തെ സൂറ അൽ കഹ്ഫിലും പരാമർശമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അവിടെ ദുൽഖർനൈന് ഒരു മതിലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യപ്പെട്ടതാണ്, ഇവരുടെ അക്രമം തടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മതിലുണ്ടാക്കി കൊടുത്തപ്പെട്ടോ പറയുന്നുണ്ട്. ഏതായാലും കടുത്ത നാശകാരികളായി ഇവരെ തുറന്ന് വിടപ്പെടുന്ന എല്ലാവരും വമ്പിച്ച അങ്കലാപ്പിലായിരിക്കും, ആകെ പ്രശ്നങ്ങളായിരിക്കും, മുഴുവൻ കലാപ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരിക്കും എന്ന് പറയും. അന്ത്യനാളുടെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഭയാനകതകൾ പറഞ്ഞു തന്നു. ഇതാ അടുത്ത് വരികയാണ്. വഖ്തറബൽ വഅദുൽ ഹഖ്. ഇതിൻ്റെ തുടക്കം തന്നെ ഈ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്ത് തന്നെ ഇഖ്തറബ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. ഇതാ അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് വീണ്ടും ഇതാ ഇഖ്തറബൽ വഅദുൽ ഹഖ് അവസാനിപ്പിക്കുക വീണ്ടും പറയാണ്. അതടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കുണ്ട് ബോധം. ഇഖ്തറബൽ വഅദുൽ ഹഖ്, ആ സത്യമായ യാഥാർത്ഥ്യം, ആ വാഗ്ദാനം ഇതാ അടുത്തിരിക്കുന്നു, സമീപസ്ഥമായിരിക്കുന്നു. അപ്പോൾ കാഫിറുകൾക്കുണ്ടാവുന്ന അവരുടെ ഭാവമാറ്റങ്ങളെ സംബന്ധിച്ച് കണ്ണുകൾ തുറിച്ചു പോകുന്നത്, അതേ സമയത്ത് സത്യവിശ്വാസികൾക്ക് അത് ഒട്ടും ഭയപ്പാടുണ്ടാക്കുന്നില്ല. അവർക്ക് മലക്കുകൾ അവരെ സന്തോഷവാർത്ത അറിയിക്കുകയും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ സ്വർഗത്തിൽ അവർക്ക് വാസം നൽകുകയും ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ആളുകളുടെ കൂടെ, നരകവാസികളുടെ കൂടെ അവരുടെ ആരാധ്യ വസ്തുക്കളും കൂടെ അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കുന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അങ്ങനെ ഈ സ്വർഗവാസികൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളും പിന്നെ അന്ത്യനാളിൽ അല്ലാഹു ഈ ആകാശത്തെ ചുരുട്ടി പുസ്തകത്താളുകൾ പോലെ ചുരുട്ടിപ്പിടിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചറബിൻ്റെ കഴിവും നമ്മുടെ കഴിവുകേടും വരാനിരിക്കുന്ന ആ തികഞ്ഞ യാഥാർത്ഥ്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ആയത്തുകളാണ് കഴിഞ്ഞു പോയത്. പടച്ചറബ് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരുടെ കൂടെ പടച്ചറബിനെ കാണുവാനുള്ള മഹാഭാഗ്യം നൽകി നമ്മയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നരകാഗ്നിയിൽ നിന്ന് പടച്ചറബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ കാര്യമായിട്ട് യജൂജ് മജൂജ് ഇപ്പോൾ എന്തായിരിക്കും, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ആ തർക്കങ്ങളും ആ യുക്തിയും ആയിക്കൊണ്ടാവുക. അതിനല്ലോ ഖുർആൻ പറഞ്ഞത്, മാറിപ്പോയത് നമ്മളത്. ഇതിലിപ്പോൾ പറഞ്ഞത് വരാനിരിക്കുന്ന ഖിയാമത്തിൻ്റെ അന്ത്യനാളിൻ്റെ ഭയാനകതകൾ അത് പേടിപ്പിച്ചുകൊണ്ട് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു. രണ്ട് കാര്യം പറഞ്ഞത്, ഒന്ന് നരകാവകാശികളായ കാഫിറുകൾ അനുഭവിക്കുന്ന പ്രയാസത്തെ സംബന്ധിച്ച് പറഞ്ഞു, സ്വർഗസ്ഥരായ ആളുകൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഇതിലേതാ വേണ്ടതെന്ന് തീരുമാനിക്കാനാണ് ഈ ആയത്ത് നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗസ്ഥരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകാഗ്നിയിൽ വെന്തെരിയുന്ന ആരാധ്യ വസ്തുക്കളോടൊപ്പം നരകത്തിലിടപെടുന്ന ആ ഹതഭാഗ്യരിൽ നിന്ന് പടച്ചറബ് നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പലരും പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പലരും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല ആരോഗ്യവും ആയുസ്സും ഈമാനും പടച്ചറബ് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ദുആ ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഓഡിറ്റോറിയം, നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നത് മഹദി NC റുക്കിയ സാഹിബ നീരിലാക്കൽ. അവരാണ് ഇതിൻ്റെ നാട മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ദിവസം അവരിവിടെ സ്റ്റേജിലുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. പടച്ചറബിൻ്റെ വിളിക്കുത്തരം നൽകി പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാന്യനായ TT ഉമർ മാസ്റ്ററുടെ ഭാര്യയാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അവർ ചെയ്ത കുറേ സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം നൽകി അവരെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ആ മഹദിയുടെ അടുത്ത് നിന്ന് സംഭവിച്ച എല്ലാ വീഴ്ചകളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. പടച്ചറബേ, അവർ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് എത്രയോ ഇരട്ടിയായി പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ നാഥ. അവരുടെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, അവരുടെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാനുള്ള മഹാഭാഗ്യം നൽകി ഞങ്ങളെല്ലാം നീ തുണക്കണമേ നാഥ. പടച്ചറബേ, അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരും ഇണകൾ മക്കളൊക്കെ ഉണ്ട്. പടച്ചറബേ, എല്ലാവർക്കും നീ ഇവിടെ വിശേഷിപ്പിച്ച ആ അത്യുന്നതമായ സ്വർഗത്തിൽ ഒരിക്കലും മാറണമെന്ന് കൊതിക്കാത്ത, ഒരിക്കലും മാറണമെന്ന് ആഗ്രഹിക്കാത്ത, എന്നും വസിക്കുവാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആ മഹത്തരമായ സ്വർഗത്തിൽ ഞങ്ങളെല്ലാം, ഞങ്ങൾ മരണപ്പെട്ടു പോയവരെല്ലാം ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ നാഥ. ഒരുമിച്ച് സമ്മേളിപ്പിക്കണമേ നാഥ. ഞങ്ങളെല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. റഹ്മാൻ റബ്ബേ, ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ.
പടച്ചറബേ, അതിനൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട് നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ മുത്തഖികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചറബേ, ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഹറാമുകളിൽ ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചറബേ, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത്, അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടിക്കുന്ന, കളങ്കം വരുത്തുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകൾക്കും മോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഫലസ്തീനിൻ്റെ മണ്ണിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ദീർഘകാലമായ അവരുടെ പോരാട്ടം റഹ്മാൻ റബ്ബേ ഇസ്സത്തോടുകൂടെ അന്തസ്സോടുകൂടെ അവരുടെ ജനിച്ച മണ്ണിൽ ഈമാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം നീ ഒരുക്കണമേ നാഥ. അവരെ ഇകഴ്ത്തുവാൻ വേണ്ടിയിട്ടും അവരെ ആട്ടിയോടിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ പരിശ്രമങ്ങളും നീ പരാജയപ്പെടുത്തണമേ നാഥ. റബ്ബന ലലംന അംഫുസന وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.